വെൽക്കം ബാക്ക് ടു സൈക്യു ലേണിംഗ്. അപ്പോൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമ്മത്ത് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ന്യൂറോൺസ് എന്താണെന്നും അതിന്റെ ടൈപ്സ് എന്താണെന്നും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതല്ലാതെ നമ്മൾ നെർവസ് സിസ്റ്റത്തിലേക്ക് കടന്നിരുന്നു. അതിൽ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തിരുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, അതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നെർവസ് സിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻ ടു അതിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട് എന്ന്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഈ ഓൾറെഡി ഡിസ്കസ്ഡ്. ബ്രെയിൻ നമ്മൾ നല്ല ഡീപ്പായിട്ട് തന്നെ ബ്രെയിനെ കുറിച്ച് സംസാരിച്ചു. അതേപോലെ തന്നെ സ്പൈനൽ കോഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റം ഇസ് നോട്ട് ദാറ്റ് മച്ച് ഡീപ്പ് ലൈക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം. അത്രയും ഡീപ്പായിട്ട് നമുക്ക് പഠിക്കേണ്ടത്, അത്രയും വാസ്റ്റ് ആയിട്ടുള്ള സംഭവമല്ല പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് മെയിൻലി പറയുന്നത് നമ്മൾ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ ഇൻക്ലൂഡ് ആവാത്ത നെർവ്സ് കൊണ്ട് മെയ്ഡപ്പ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഇൻക്ലൂഡ് ചെയ്യാത്ത the peripheral nervous system was made up of all those nerves that lie outside the brain and spinal cord. സ്പൈനൽ കോഡിന്റെയും ബ്രെയിനിനെയും ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന നെർവ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റമാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ രണ്ട് ടൈപ്പ് ഓഫ് നെർവ്സ് വരുന്നുണ്ട്, ക്രാനിയൽ നെർവ്സും ആസ് വെൽ ആസ് സ്പൈനൽ നെർവ്സും. സ്പൈനൽ നെർവ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പെയേഴ്സ് ഉണ്ട്, അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാനിയൽ നെർവ്സ് നമുക്ക് ഇനി സംസാരിക്കാം. So there are 12 pairs of cranial nerves and 31 pairs of spinal nerves. Then ഈ PNS അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റം ന്യൂറൽ സിഗ്നൽസിനെ, അതായത് നമ്മുടെ ബോഡിയിൽ നിന്നിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കും അതേപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്കും സിഗ്നൽസ് ക്യാരി ചെയ്യുകയാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം രണ്ടാക്കി തരം തിരിച്ചിട്ടുണ്ട്. വൺ ഈസ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് അനദർ വൺ ഈസ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പിങ്ക് കളറിൽ കൊടുത്തതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അതിലപ്പുറത്തേക്കുള്ളതൊക്കെ പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, സോ നമുക്ക് നെർവ്സ്, ക്രാനിയൽ നെർവ്സ്, സ്പൈനൽ നെർവ്സ് ആണ് പറയുന്നത്. അതിൽ ക്രാനിയൽ നെർവ്സ് 12 പെയേഴ്സ് ഓഫ് ക്രാനിയൽ നെർവ്സ് ആണ് നമ്മൾക്കുള്ളത്. അതിൽ ഓരോ പെയേഴ്സും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നും അത് ഏത് ടൈപ്പ് ഓഫ് ഫൈബർ ആണെന്നും അതേപോലെ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ഞാൻ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ ഇസ് ഓൾഫാക്ടറി. ഓൾഫാക്ടറി മ്യൂക്കസ് മെംബ്രൈനിലാണ് ഈ ഒരു ക്രാനിയൽ നെർവ് ഉള്ളത്. സെൻസറി നെർവ് ഫൈബർ ആണ് ആൻഡ് സ്മെല്ലാണ് അതിന്റെ ഫംഗ്ഷൻ. ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ തന്നെ സ്മെല്ലാണ്. ഓക്കെ, അപ്പോൾ ഓൾഫാക്ടറി എന്ന മ്യൂക്കസ് മെംബ്രൈനിലുള്ള ഒരു ക്രാനിയൽ നെർവ് ആണ് ഓൾഫാക്ടറി ക്രാനിയൽ നെർവ്. ദെൻ ഒപ്റ്റിക് ക്രാനിയൽ നെർവ്, റെറ്റിനയിലിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒപ്റ്റിക് ക്രാനിയൽ നെർവ്. അതും സെൻസറി ടൈപ്പ് ഓഫ് ഫൈബർ ആണ്, വിഷൻ ആണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒക്യുലോ മോട്ടോർ, അതായത് നമ്മുടെ 4 ഐ മസിൽസ് ആണ് അതിൽ ഫോർത്ത് ഐ മസിൽ ആണ് ഒക്യുലോ മോട്ടോർ ക്രാനിയൽ നെർവ് എന്ന് പറയുന്നത്. അതിൽ മോട്ടോ സെൻസറി ഫൈബർ ആണ്. നമ്മൾ മോട്ടോ സെൻസറി ഫൈബറിന്റെയും മോട്ടോ ഫൈബറിന്റെയും സെൻസറി ഫൈബേഴ്സിന്റെയും ഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻസറി ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ബോഡിയിൽ നിന്ന് CNS-ലേക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുന്നതും, മോട്ടോ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNS-ൽ നിന്ന് ബാക്കിയുള്ള ബോഡി പാർട്സിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതുമായിട്ടുള്ളതാണ്. അതിന്റെ ഐ മൂവ്മെന്റ്സ് ആണ് അതിന്റെ ഫംഗ്ഷൻ. പിന്നെ ട്രോക്ലിയർ എന്ന് പറയുന്നത് സുപ്പീരിയർ ഒബ്ലിക് ഐ മസിൽ. സുപ്പീരിയർ ഒബ്ലിക് ഐ മസിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മോട്ടോർ ആണ് അതിന്റെ ടൈപ്പ് ഓഫ് ഫൈബർ. ദെൻ ഐ മൂവ്മെന്റ് ആണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ട്രൈഗിമിനൽ എന്ന് പറയുന്നത് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ ഹെഡിന്റെ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സെൻസേഷൻ ആണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അബ്ഡ്യൂസൻസ് എന്ന് പറയുന്നത് റെക്ടസ് ഐ മസിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മോട്ടോ നെർവ് ഫൈബർ ആണ്, ഐ മൂവ്മെന്റ് ആണ് അതിന്റെ ഫംഗ്ഷൻ. അതല്ലാതെ ഫേഷ്യലുള്ള മസിൽ, നമ്മുടെ ഫേസ്, നെക്ക്, സലൈവറി ഗ്ലാൻസിലൊക്കെ മസിൽസിൽ പ്രസന്റ് ചെയ്യുന്നത് ക്രാനിയൽ നെർവ് ആണ്. അതിൽ സെൻസറി ആസ് വെൽ ആസ് മോട്ടോർ ഫൈബേഴ്സും ആണ് ആ ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത്, സ്പേഷ്യൽ ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഫേഷ്യൽ മൂവ്മെന്റ്, സലൈവ സെക്രീഷൻ, ടേസ്റ്റ്, ഇതെല്ലാമാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓഡിറ്ററി, ഇന്റേണൽ ഇയറിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സെൻസറി ആണ്, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ ഹിയറിംഗ്. ഇത് രണ്ടുമാണ് ഓഡിറ്ററി ക്രാനിയൽ നെർവിൽ വരുന്നത്.
പിന്നെ ഗ്ലോസോ ഫാരൻജിയൽ പറയുന്നുണ്ട്. ഫാരങ്സ് ടങ്, അതായത് ഫാരങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലങ്സിലേക്ക് പോകുന്ന വഴി ഫാരങ്സ്, ടങ്, സലൈവറി ഗ്ലാൻഡ്, ഫാരൻജിയൽ മസിൽസ് ഇതിലൊക്കെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെൻസറി മോട്ടോർ ഫൈബേഴ്സ് രണ്ടും അതിലുണ്ട്. അതേപോലെ ടേസ്റ്റ്, സെൻസേഷൻ, സലൈവ, സെക്രീഷൻ, സ്വോളോയിങ് ഇതൊക്കെയാണ് ഈ ഒരു ക്രാനിയൽ നെർവ്സിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വാഗസ് ഉണ്ട്. ഓരോന്നും വാഗസ് എന്ന് പറഞ്ഞാൽ ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, കറക്റ്റ് നമ്മുടെ ലങ്സിന്റെ ഭാഗം. ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ഈസോഫാഗസ്, തൊറാസിക്, അബ്ഡോമിനൽ, വിസറ ഇത്രയും ഭാഗങ്ങളാണ് ഈ വാഗസ് എന്ന് പറയുന്ന ക്രാനിയൽ നെർവ്സ് കൺട്രോൾ ചെയ്യുന്നത്. വിസറൽ റിഫ്ലക്സസ് ആണ് അതിൽ വരുന്നത്, അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ആക്സസറി, തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ വിസറിയ, സെൻസറി മോട്ടോർ ആണ്. വിസറൽ റിഫ്ലക്സസും മൂവ്മെന്റ്സും ഒക്കെയാണ് അതിൻ്റെത്. ഹൈപ്പോഗ്ലോസൽ, മസിൽ ഓഫ് ദ ടങ്, ടങ്ങിന്റെ മസിലാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. മോട്ടോർ ആണ്, മൂവ്മെന്റ്സ് ആണ് അതിന്റെ ഫംഗ്ഷൻ. ഇത് ഭയങ്കര ഡീപ്ലി പോണമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബട്ട് സ്റ്റിൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഇത് മനസ്സിലാക്കണമെന്നാണ് എന്നെ ഓടിച്ചിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് നമുക്ക് 12 pairs ഓഫ് ക്രാനിയൽ നെർവ്സ് ഉണ്ടെന്നും അതിന്റെ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ 31 pairs ഓഫ് സ്പൈനൽ കോർഡിനെ നമ്മളെ കുറിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത് അതേ സംഭവം തന്നെ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 31 pairs ഉണ്ടായിരുന്നു. അതിൽ സെർവിക്, തൊറാസിക്, ലംബാർ, സാക്രം, കൊക്കിയക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, സ്പൈനൽ കോഡിലല്ലേ നമ്മൾ സ്പൈനൽ നെർവ്സ് പഠിച്ചത്. സോ സ്പൈനൽ കോഡിന്റെ പാർട്ടല്ലേ സ്പൈനൽ നെർവ്സ് എന്ന് പറഞ്ഞത്. സ്പൈനൽ കോഡിൽ നിന്ന് അറൈസ് ചെയ്യുന്ന നെർവ്സ് ആണ് സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സ്പൈനൽ നെർവ്സ്. പക്ഷെ അത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ഓക്കെ, ക്ലിയർ? കാരണം അവിടുന്ന് അറൈസ് ചെയ്യുന്ന ആ സ്പൈനൽ നെർവ്സ് ഒക്കെ ബാക്കിയുള്ള ബോഡി പാർട്സിലേക്കാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ നിന്ന് വരുന്ന സ്പൈനൽ കോഡിൽ നിന്ന് അറൈസ് ചെയ്യുന്നതാണ് സ്പൈനൽ നെർവ്സ്. ബട്ട് ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് സ്പൈനൽ കോഡ്. മീൻസ് ഇറ്റ്സ് നോട്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം പഠിക്കുമ്പോഴാണ് സ്പൈനൽ നെർവ്സിനെ കുറിച്ച് നമ്മൾ പറയാം. ഓക്കെ, സോ ദിസ് ആർ ദ 2 nerves ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ള 2 nervesനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ പോകുന്നത് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം വാസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു 2 നമ്മൾ പറഞ്ഞു, സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു. സോ നമ്മൾ ഫസ്റ്റ് പറയുന്നത് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആണ്. നമ്മുടെ വോളണ്ടറി സ്കെലറ്റൽ മസിൽസ് ആണ് ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യുന്ന, നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മസിൽ മൂവ്മെന്റ്സ് ആണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. സൊമാറ്റിക് നെർവസ് സിസ്റ്റം is made up of nerves that connect the voluntary skeletal muscles to sensory receptors. Voluntary skeletal muscles-നെ sensory receptors-നായിട്ട് കണക്ട് ചെയ്യുന്ന nerves കൊണ്ട് മേഡപ്പ് ചെയ്തതാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. These nerves are the cables that carries information from receptors in the skin, muscles and joints to the CNS that carries commands from the CNS to the muscles. ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ, മസിൽ, ജോയിന്റ്സ് ഇവിടുന്നെല്ലാം ഉള്ള സെൻസറി റിസെപ്റ്റേഴ്സിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യുകയും അതേപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള ഇൻഫോർമേഷൻസിനെ ബാക്കിയുള്ള ബോഡിയിലെ മസിൽസിനെയും ജോയിന്റ്സിലേക്കൊക്കെ കൊടുക്കുന്നതാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൽ 2 kinds ഓഫ് നെർവ് ഫൈബേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച അഫറന്റ്, ഡിഫറന്റ്. അഫറന്റ് എന്ന് പറഞ്ഞാൽ സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് ഇഫറന്റ് എന്ന് പറഞ്ഞാൽ motor nerve fibers ആണ്. Afferent nerve fibers are axons that carry information inwards to the CNS from the periphery of the body. Efferent nerve fibers are axons that carry information outward from the CNS to the periphery of the body. അതായത് നമ്മുടെ CNS-ൽ നിന്ന് ബാക്കിയുള്ള ബോഡിയിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് കുറേ വട്ടം നമ്മൾ ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. മോട്ടോർ സെൻസറി ഫൈബേഴ്സ് ഓർ ഇഫറന്റ് ഫൈബേഴ്സ്. നമ്മുടെ ബാക്കിയുള്ള ബോഡീസ് നിന്ന് CNS-ലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് അഫറന്റ് നെർവ് ഫൈബേഴ്സ്. സോ ഈ 2 kind ഓഫ് ഫൈബേഴ്സും സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൽ പ്രസന്റ് ആണ്. ഓക്കെ, സോ ഇത് നമുക്ക് സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൽ പറയാനുള്ളൂ. സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ വോളണ്ടറി മസിൽസിന് അല്ലെങ്കിൽ വോളണ്ടറി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇത് പിന്നെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആയിട്ടാണ്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം നമ്മൾ നേരത്തെ വോളണ്ടറി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇൻവോളണ്ടറി മസിൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഹാർട്ട്, ഇൻറ്റസ്റ്റൈൻസ്, അങ്ങനെ ഇന്റേണൽ ഓർഗൻസിന്റെ മൂവ്മെന്റ്, അതിൽ വരുന്ന മൂവ്മെന്റ്സ് ഒക്കെയാണ് നമ്മുടെ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. അതാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്.
Autonomic nervous system is a set of neurons that receives information from and sends commands to the heart, intestine and other organs. Informations കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ട്, ഇൻറ്റസ്റ്റൈൻസ്, അതർ ഓർഗൻസിലേക്കൊക്കെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ന്യൂറോൺ ആണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ വെജിറ്റേറ്റർ അല്ലെങ്കിൽ ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, കാരണം ഇത് ഇൻവോളണ്ടറി ആയിട്ടുള്ള പരിപാടികളെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതാണ്. സോ ഇറ്റ്സ് ആൾസോ നോൺ ആസ് ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം. അതേപോലെ തന്നെ ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് എഫറന്റ് നെർവ്സ് ദാറ്റ് ക്യാരി സെൻസറി സിഗ്നൽസ് ഫ്രം, നമ്മൾ ഓൾറെഡി പറഞ്ഞു എഫറന്റ് ആൻഡ് ഡിഫറന്റ് നെർവ്സ് ഉണ്ട്, മോട്ടോർ അല്ലെങ്കിൽ സെൻസറി നെർവ്സ്, ഇതിലും രണ്ടുമുണ്ട്. Again, ഈ autonomic nervous system is divided into two. Okay, peripheral nervous system is divided into two: somatic nervous system and autonomic nervous system. And then autonomic nervous system is divided into two: sympathetic nervous system and parasympathetic nervous system. ഇത് നിങ്ങൾ സയൻസ് എടുത്ത് പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ അറിയാൻ സാധ്യതയുണ്ട്, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഒക്കെ. സോ ഈ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് എന്താ നമുക്ക് നോക്കാം. സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും, പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഈ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ആൻഡ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് നമ്മൾ ഇതിൽ തന്നെ ബയോളജിക്കൽ ബേസിസിൽ ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രെസ്സർ നമുക്ക് വരുമ്പോൾ, എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് അപ്പൊ നമ്മുടെ ബോഡിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു റെസ്പോൺസ് ആണ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മൾ ആ ഒരു സ്ട്രെസ്സറിനായിട്ട് ഫൈറ്റ് ചെയ്യും, അതർവൈസ് നമ്മൾ ആ ഒരു സ്ട്രെസ്സറിനെ നിന്ന് എസ്കേപ്പ് ചെയ്യും. സോ ഇങ്ങനെ ഒരു റെസ്പോൺസിലേക്ക് നമ്മളെ ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ പണി. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പട്ടിയെ കാണാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മൾ ഉപദ്രവിക്കാൻ വന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റിന്റെ റെസ്പോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. എങ്ങനെ? നമുക്കറിയാം, നമുക്ക് പെട്ടെന്ന് സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ പേടിയായിട്ടുള്ള ഒരു ആൻസൈറ്റി തരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ സലൈവ കുറയും, നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൂടും. ഇങ്ങനെയൊക്കെയാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ഇത് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് സിസ്റ്റം ആണ്. അതായത് ഓൾറെഡി നമ്മുടെ ഈ ഒരു ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് റെസ്പോൺസ് കാരണം ഇൻക്രീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ബാക്ക് ടു നോർമലിലേക്ക് ആക്കാനും നമ്മളെ എനർജി സ്റ്റോർ ചെയ്യാനുമായിട്ടുള്ള നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. Okay, it conserves energy as it slows the heart rate, increase intestinal glandular activity. It activates process that allow the body to save and store energy. ഇത് നമ്മളെ ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കൊണ്ട് നമ്മൾ ലോസ് ചെയ്ത എനർജി ഒക്കെ അത് പിന്നെ കൺസേർവ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ചെയ്യുന്നത്. സോ നമുക്കിത് എന്താണ് മെയിൻലി ഒരു പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് നോക്കാം. സോ നമ്മൾ ഈ ഒരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് സെർവിക്കൽ സ്പൈനൽ നെർവും അതേപോലെ സാക്രൽ സ്പൈനൽ നെർവും ആണ് പാരാസിമ്പത്തറ്റിക്കിൽ വരുന്നത്. ബാക്കിയുള്ള തൊറാസിക് ആൻഡ് ലംബാർ സ്പൈനൽ നെർവ്സ് ആണ് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, സോ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വരുന്ന സമയത്ത് നമ്മൾക്കൊരു എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പേടിപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്യൂപ്പിൾ, നമ്മുടെ കണ്ണൊക്കെ തള്ളി പുറത്ത് വരും, പ്യൂപ്പിൾ ഡയലേറ്റ് ആവും, സലൈവ കുറയും, സലൈവ കുറയും, അതേപോലെ തന്നെ എയർവേസ് ഡൈലേഷൻ നടക്കും, ഹാർട്ട് ബീറ്റ് കൂടും, അതേപോലെ ഡൈജഷൻ കുറയും, ലിവർ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യും, അതേപോലെ ഇന്റസ്റ്റൈൻ പ്രോസസ് ഒക്കെ ഒന്ന് ഇൻഹിബിറ്റ് ആവും, അഡ്രീനൽ ഗ്ലാൻഡ്സ് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ പോലത്തെ ഹോർമോൺസ് റിലീസ് ചെയ്യും അഡ്രിനൽ ഗ്ലാൻഡ്. അതേപോലെ തന്നെ നമ്മുടെ ബ്ലാഡർ റിലാക്സേഷൻ സംഭവിക്കും, നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ ബ്ലഡ് ഫ്ലോ ഡിക്രീസ് ആവും. സോ ഇതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ സംഭവിക്കുന്നത്. അവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്പൈനൽ നെർവ്സ് ഏതൊക്കെയാണ്?
thoracic and lumbar spinal nerves. ഇതാണ് പാരാസിമ്പത്തറ്റിക് വരുമ്പോൾ ഇതെല്ലാം സ്ലോസ് ഔട്ട് അല്ലെങ്കിൽ ഇതെല്ലാം ബാക്ക് ടു നോർമൽ ആക്കലാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ പണി. അതായത് പ്യൂപ്പിൾ കൺസ്ട്രിക്ഷൻ നടക്കും, സലൈവ സ്റ്റിമുലേറ്റ് ചെയ്യും, കുറച്ചും കൂടി എയർവേസ് കൺസ്ട്രിക്റ്റഡ് ആവും, ഹാർട്ട് റേറ്റ് കുറയും, അതായത് നോർമൽ ആവും, ഡൈജഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും, ഗോൾ ബ്ലാഡറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഇൻറ്റസ്റ്റൈനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ബ്ലാഡർ കൺസ്ട്രക്ഷൻ നടക്കും, അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും. ക്ലിയർ? സോ ഇതാണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ പെരിഫറൽ നെർവസ് സിസ്റ്റം വളരെ ചെറിയ ഒരു ഭാഗമാണ് കമ്പയർഡ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം. കാരണം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിൻ വരുന്നത് കൊണ്ടാണ് അതൊരു ഭയങ്കര ഒരു വാസ്റ്റ് ടോപ്പിക് ആവുന്നത്. ഇനി ബ്രെയിനിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, സ്പൈനൽ കോഡും കംപ്ലീറ്റ് ചെയ്തു, പെരിഫറൽ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തു. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൽ വരുന്നത് സെറിബ്രൽ കോർട്ടെക്സ്, അങ്ങനെ നമ്മളെ പെർട്ടിക്കുലർലി പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആസ് എ ഹോൾ നമ്മൾ അതിൽ കംപ്ലീറ്റ് ചെയ്തു. സോ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം, അത് നമുക്ക് മൊത്തത്തിൽ ഒരു വരാം. നെർവസ് സിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻടു ടു, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. Central nervous system is divided into two, brain and spinal cord. Okay, എന്നിട്ട് ബ്രെയിൻ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. Then peripheral nervous system is divided into two, somatic nervous system and autonomic nervous system. Autonomic nervous system is again divided into two, sympathetic nervous system and parasympathetic nervous system. Okay, അതിൽ ക്രാനിയൽ നെർവ്സ്, ഇതൊക്കെ ഒന്ന് ക്രാനിയൽ നെർവ്സ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, ഇത്രയും പേഴ്സ് ഒന്നും പഠിക്കണമെന്നല്ല. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താ പറയുക, നമ്മൾ ക്രാനിയൽ നെർവ്സിനെ കുറിച്ചും സ്പൈനൽ നെർവ്സിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു, സൊമാറ്റിക് നെർവസ് അതിനെല്ലാം കുറിച്ച് സംസാരിച്ചു. സോ വി കംപ്ലീറ്റഡ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.